LED സെൻറ്ററിൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്ലൈറ്റ്സിൽ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലേ ഔട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എക്സ്ലൈറ്റ്സിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഇതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. ഓരോരുത്തരും ഓരോ കൺസെപ്റ്റിലാണ് ലേ ഔട്ടുകൾ വരിക. ഇതൊരു 3 പാനലിൻ്റെ ലേ ഔട്ടാണ്. അതായത് ബസ്സിൻ്റെ റൂഫാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 3ആയിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ AC വെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ 3 പാർട്ടായിട്ട് വരച്ച് തന്നതിനെ ഒറ്റ ഇമേജായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ ലൈനും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻപുട്ട് വന്ന നമുക്ക് ഈ ഒരു പാനലിൻ്റെ ഇവിടെ അത് അവസാനിക്കുന്നു എന്ന് വയ്ക്കുക. ഇവിടെ അത് അവസാനിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ട്. അത് തിരിച്ച് വന്നതിന് ശേഷം അവിടെ തിരിച്ച് ഓരോ ലൈനിലുമുള്ള LED-യുടെ എണ്ണം ഇങ്ങനെ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് പോർഷനിൽ വരുമ്പോഴും അത് തന്നിട്ടുണ്ട്. നമുക്ക് വരച്ച് തരികയാണ്, നമ്മൾ അതിനനുസരിച്ചിട്ട് ഡ്രോയിങ് ചെയ്യുകയാണ് ചെയ്യുക, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഓരോ പോർഷനിലുള്ള LED-യുടെ എണ്ണം കൃത്യമായിട്ട് നമുക്ക് തരണം എന്നുള്ളതാണ്. 3-ാമത്തെ പോർഷനിലും അതേപോലെ തന്നെ LED-യുടെ എണ്ണവും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ലൈറ്റ്സിൻ്റെ കൺട്രോളറിനകത്ത് നമുക്ക് 8 ഔട്ട്പുട്ട് ഉള്ളതിനകത്ത് ഈ 1-ാമത്തേത് ഈ ഒരു പാനൽ ഒരു ഔട്ട്പുട്ടിൽ കൊടുക്കും, ഇത് 2-ാമത്തെ ഔട്ട്പുട്ടിൽ, ഇത് 3-ാമത്തെ ഔട്ട്പുട്ടിൽ. ആകെ മൊത്തം 3 ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് 1500 LED-യാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇതിനകത്ത് 1500 താഴെ LED മാത്രമേ ഓരോ പോർട്ടിനകത്തും വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എക്സ്ലൈറ്റ്സ് നമ്മൾ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കൺട്രോളർ സെക്ഷനിൽ ഇവിടെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോർട്ടിലുമുള്ള LED-യുടെ എണ്ണം നമുക്കിവിടെ കാണാൻ പറ്റും. പോർട്ട് 1-നകത്ത് 1398 LED, പോർട്ട് 2-നകത്ത് 1265, പോർട്ട് 3-നകത്ത് 531. ഓരോ ലൈനും ഓരോ പോർട്ടിലേക്ക് ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലേ ഔട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ലേ ഔട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ലേ ഔട്ട് ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഈ കാണുന്ന പോളി എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പോളി ലൈൻ എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപയോഗിച്ച് കറക്റ്റായിട്ട് ഇതെല്ലാം വരച്ച് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ സീക്വൻസറിനകത്ത് പോയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ, ന്യൂ സീക്വൻസ്, ഇവിടെ ആനിമേഷൻസ്, ഇവിടെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുക. ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഫുള്ള് ലൈൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യും. അവിടുന്ന് എഡിറ്റ് ഡിസ്പ്ലേ എലമെൻസിലേക്ക് പോവുക. അവിടുന്ന് നമ്മൾ മൊത്തം എണ്ണത്തിനെയും ഇപ്പുറത്തേക്ക് തട്ടുക. അതിനുശേഷം ഇവിടെ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. കഴിഞ്ഞിട്ട് ഓൾ മാത്രം ഇങ്ങോട്ടേക്ക് ഇടുക. ഓക്കെ, ഓൾ മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ടിത് ക്ലോസ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമുക്ക് ഡിസൈൻ എടുത്തിടാനായിട്ട് പറ്റും, ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ ലെയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഓളിൻ്റെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ലെയർ ബിലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിലാണ് നമ്മൾ എഫക്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിനകത്ത് എല്ലാവരും പറയും ഇത്ര എഫക്റ്റുകൾ മാത്രമല്ലേ ഉള്ളൂ, അതിൽ നിന്ന് എങ്ങനെയാണ് പലതരത്തിലുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ആ വ്യത്യാസങ്ങൾ അറിയുക. ഇവിടുന്ന് ജസ്റ്റ് ഒരു എഫക്റ്റിനെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇവിടോട്ട് ഇടുകയാണ്. ഇവിടോട്ട് ഞാനതിനെ ഇട്ടു. അതിൻ്റെ വിഡ്ത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ റെഡ് കളർ മാത്രം അതിനെ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കതിൻ്റെ സൈക്കിൾസ്, നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇവിടെ നമ്മളതിൻ്റെ ഇത് ചേഞ്ച് ചെയ്യാണ്, ബൗൺസ് പ്ലം ലെഫ്റ്റ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിക്കുന്ന പോലൊരു എഫക്റ്റ് നമുക്ക് വരും. അതുപോലെ തന്നെ സെയിം സാധനത്തിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സാധനം നമ്മളിവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ പോയിട്ട് അതിനെ നമ്മൾ 90 ഡിഗ്രി തിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, വേറൊരു രീതിയിൽ നമുക്കിതിനെ
അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ താഴെ വേണമെങ്കിൽ അടുത്ത ലെയർ വേറെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുക ഇൻസേർട്ട് ലെയർ ബിലോ. അപ്പം മറ്റൊരു ലെയർ കൂടെ നമുക്ക് വന്നു. അതിനകത്ത് നമുക്ക് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന അതിനെ നമുക്ക് ഇവിടോട്ട് വലിച്ചോട്ടിടണമെങ്കിൽ നടുക്കോട്ട് വലിച്ചുകൊണ്ടിടാം. എന്നിട്ട് അതിനെ ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന അത്രയും സമയത്തേക്ക് മാറ്റിയിട്ട് അതിൻ്റെ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ കറങ്ങുന്നത് കാണാം. നമുക്കൊരു 3 കളറിൽ അതിനെ ഇടാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്കിങ്ങനെ ലെയേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ലൈഡ്സിൽ നമ്മൾ ലെയേഴ്സ് ആഡ് ചെയ്യുന്നതും ഒരു സാമ്പിൾ ലേഔട്ട് നമുക്ക് കാണിച്ചു തന്നതും. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസിൽ നമുക്ക് എക്സ്ലൈഡ്സിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. മൊത്തത്തിലുള്ള ഓവറോളായിട്ടുള്ളൊരു വീഡിയോ മുന്നേ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.